ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ബയോ കെമിസ്ട്രീനകത്ത് വരുന്നുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. കുറച്ച് ടോപ്പിക്സാണ്. അത് ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസസ്മെൻറ്റ് ഓഫ് ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് പ്രോട്ടീൻസിനകത്ത് വരുന്നതാണ് കേട്ടോ. അസസ്മെൻറ്റ് ഓഫ് ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് പ്രോട്ടീൻസ്, അതായത് നമ്മുടെ പ്രോട്ടീൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ അസസ് ചെയ്യുന്നുള്ള ഒരു ചില ടെക്നിക്സാണ്, മെത്തേഡ്സാണ്. അസസ്മെൻറ്റ് ഓഫ് ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് പ്രോട്ടീനാണ് കേട്ടോ. അതാണ് നമ്മൾ സിലബസിനകത്ത് നിങ്ങൾക്ക് കാണാം. എന്താണ് ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻസ്, അതാണ് B ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ, പിന്നെ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യൻറ്റ്, നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, നെറ്റ് പ്രോട്ടീൻ റേഷ്യോ, അതുപോലെ തന്നെ കെമിക്കൽ സ്കോർ, അങ്ങനെ ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എന്താണിത് ശരിക്കും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് മെത്തേഡ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെടുത്ത് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇതിനകത്ത് PYQs ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ PYQൻ്റെ ഒരു വീഡിയോ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ശരിക്കും ഇതെന്താണ് നമ്മുടെ പ്രോട്ടീൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ നമ്മൾ അസസ് ചെയ്യാണ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്സിലൂടെ. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ അസസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻസും അതുപോലെ തന്നെ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷനൊക്കെയാണ്. അതിലോട്ട് നമുക്ക് വരാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ എന്ന് പറയുന്നത് വിപ്പിൾ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ആരാണ്? വിപ്പിൾ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. അതിലോട്ട് എത്തുന്നതിന് മുന്നേയുള്ള ഇൻട്രൊഡക്ഷൻ, നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൂടെ നോക്കാം. അപ്പോൾ വിപ്പിൾ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? പ്ലാസ്മാഫെറസിസ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം എന്താ ചെയ്തത്? പ്ലാസ്മാഫെറസിസ് എന്നൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പ്രോട്ടീൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മെത്തേഡിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനിമൽസിൽ നിന്ന് പ്ലാസ്മ എടുക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലഡിനകത്ത് പ്ലാസ്മ ഉണ്ട് അല്ലേ. അപ്പോൾ ബ്ലഡിനകത്ത് ബ്ലഡിലെ പ്ലാസ്മ എടുക്കും. ആ പ്ലാസ്മയ്ക്കകത്ത് ഏത് പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്? ആൽബുമിനാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്മയ്ക്കകത്ത് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആനിമൽസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന പ്ലാസ്മിനെ എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ആൽബുമിനെ നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് ഈ പ്ലാസ്മിനെ നമ്മൾ വീണ്ടും ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താണ്? ഒരു ഓർഗാനിസത്തിൽ നിന്ന് നമ്മൾ പ്ലാസ്മ എടുക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് ആൽബുമിനെ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് അതായത് ആ പ്രോട്ടീൻ പാർട്ട്, പ്ലാസ്മേൻ്റെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൽബുമിനായിരുന്നു, അതിനെ നമ്മൾ റിമൂവ് ചെയ്തു. എന്നിട്ട് വീണ്ടും ആ ഓർഗാനിസത്തിലേക്ക് നമ്മൾ ആ പ്ലാസ്മിനെ ആൽബുമിനെ റിമൂവ് ചെയ്ത പ്ലാസ്മിനെ നമ്മൾ വീണ്ടും എടുക്കുകയാണ്. എന്നിട്ട് നോക്കും എത്ര സമയം എടുത്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൽബുമിൻ അവിടെ റീജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ അതൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ അവിടെ റീജനറേഷൻ നടക്കുക. അപ്പോൾ എത്ര ടൈം എടുത്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൽബുമിൻ അവിടെ റീജനറേറ്റ് ചെയ്യുന്നുള്ളത്. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പ്രോട്ടീൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ ആയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചത്. ആരാണ്? വിപ്പിൾ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പ്ലാസ്മാഫെറസിസ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ എന്താ ചെയ്തത്? പ്ലാസ്മാഫെറസിസ് എന്ന് പറയുമ്പോൾ പ്ലാസ്മേൻ എടുക്കുന്നു. പ്ലാസ്മേൻ എടുത്തതിന് ശേഷം അവരെന്താ ചെയ്യുന്നത്? അതിനകത്തുള്ള ആൽബുമിനാണ് അതിനകത്തുള്ള പ്രോട്ടീൻ. അപ്പോൾ അതിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആ പ്ലാസ്മേനെ വീണ്ടും ഓർഗാനിസത്തിലോട്ട് വിട്ടുകൊടുക്കുന്നു. വീണ്ടും എന്താണ്? ഓർഗാനിസത്തിലേക്ക് തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് നോക്കുന്നു എത്ര സമയം എടുത്തിട്ടാണ് ആ പറഞ്ഞിരിക്കുന്ന ആൽബുമിൻ അത്രയും റീജനറേറ്റ് ചെയ്യുന്നുള്ളത്. ആ ടൈം അവരവിടെ നോക്കുന്നു. അത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ ടൈം എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മളെ ഫുഡിലൂടെ കഴിക്കുന്ന പ്രോട്ടീൻ്റെ ക്വാളിറ്റീനെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ റീജനറേഷൻ ടൈം ഉണ്ടല്ലോ, ഇറ്റ് വാസ് ടേക്കൺ ആസ് എ പാരാമീറ്റർ ഓഫ് ദ ക്വാളിറ്റി of the food given to the animal. Parameter of the quality of the food given to the animal. ഓക്കെ ആണല്ലോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പല മെത്തേഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡിക്കകത്ത് വെയിറ്റ് ഗെയിൻ ചെയ്യുമല്ലോ അല്ലേ. നമ്മൾ ചില സമയത്ത് തടി വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ വെയിറ്റ് ഗെയിൻ നമ്മുടെ ബോഡിക്കകത്തുള്ള വെയിറ്റ് ഗെയിൻ വെച്ചിട്ട് എന്താണ് അതിനകത്ത് നമ്മൾ നമ്മുടെ പ്രോട്ടീൻ എത്രത്തോളം ഇൻജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ ഓരോ മെത്തേഡിനകത്തും നമ്മൾ എന്തൊക്കെ ചെയ്യും? പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി നോക്കും, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ ക്വാളിറ്റി നോക്കും. എന്തൊക്കെ നോക്കും? പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റിയും പ്രോട്ടീൻ്റെ ക്വാളിറ്റിയും. പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നില്ലേ, എന്താണ്? എമൗണ്ട് ഓഫ് പ്രോട്ടീനാണ് അതിനകത്ത് നോക്കുന്നുള്ളത്. ഇനി പ്രോട്ടീൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എത്രത്തോളം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആ പ്രോട്ടീനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നുണ്ട് എന്നാണ് ക്വാളിറ്റിയിലൂടെ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത്? നമ്മൾ ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻ ആയാലും ഏതെടുക്കുകയാണെങ്കിലും അതിനകത്ത് നമ്മൾ പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ ക്വാളിറ്റിയാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ആ എമൗണ്ട് എത്രത്തോളം പ്രോട്ടീൻ ഇൻജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എത്രത്തോളം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അതിനകത്ത് പ്രസൻ്റ് ആയിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ശരിക്കും എന്താണെന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ
ഇവാലുവേഷൻ ചെയ്യുന്നുള്ളത്, അതായത് ന്യൂട്രിറ്റീവ് വാല്യൂ നമ്മൾ അസസ് ചെയ്യുന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാണ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് നമ്മുടെ ബോഡിക്കകത്ത് ചെയ്യുന്നുള്ളത് എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ, ഓരോ ഫുഡ് കോമ്പോണൻസിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ അസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഓരോരോ മെത്തേഡാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നുള്ളത്. അതിനകത്ത് നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും, കംപ്ലീറ്റ് പ്രോട്ടീൻ എന്നാൽ എന്താണ്, ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്താണ്, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു, എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയും. ഇനി ഇതെല്ലാം അടങ്ങിയിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയും. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്താണ്, ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാം, നമുക്ക് എഗ് പ്രോട്ടീൻ ഉണ്ടല്ലോ. എന്താണ് നമ്മുടെ എഗ് പ്രോട്ടീൻ? ഈ എഗ് പ്രോട്ടീൻ നമുക്ക് എന്ത് പറയാം, മോസ്റ്റ് പെർഫെക്റ്റ് പ്രോട്ടീൻ സോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് ഈ എഗ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് കറക്റ്റ് ബാലൻസിൽ എല്ലാ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. ഈ എഗ് പ്രോട്ടീനകത്ത് എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്രോട്ടീനാണ്, എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും അടങ്ങിയിരിക്കുന്ന ഒരു പെർഫെക്റ്റ് പ്രോട്ടീൻ എന്ന് നമ്മൾ പറയുന്നത് എഗ് പ്രോട്ടീനാണ്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ കസീൻ ഉണ്ടല്ലോ, അതും ഒരു കംപ്ലീറ്റ് പ്രോട്ടീനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് എഗ് പ്രോട്ടീനാണ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ സിലബസിൽ ഏകദേശം ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കിട്ടിയല്ലോ. ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ലാതായിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, വെറുതെ നമ്മൾ സമയം കളയുന്നില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ പോകാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻസ് ആണ്. BV എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ് ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻസ് ആണ്. ഈ ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് നൈട്രജൻ, എന്താണ് നൈട്രജൻ digested, absorbed and used by the body but not excreted. ഓക്കെ, ഇതിനകത്ത് എന്താ നമ്മൾ മെഷർ ചെയ്യുന്നുള്ളത്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് നൈട്രജൻ, നമ്മളെ ബോഡിക്കകത്ത് എത്ര നൈട്രജൻ ഡൈജസ്റ്റ് ചെയ്തു, എത്ര അബ്സോർബ് ചെയ്തു, എത്ര യൂസ് ചെയ്തു, അതാണ് നമ്മൾ ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീനകത്ത് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. എത്ര പ്രോട്ടീൻ എക്സ്ക്രീറ്റ് ചെയ്തു എന്ന് നമ്മൾ നോക്കുന്നില്ല, പക്ഷേ നമ്മുടെ ബോഡിക്കകത്ത് എത്രത്തോളം ഡൈജസ്റ്റ് ചെയ്തു, അബ്സോർബ് ചെയ്തു, യൂസ് ചെയ്തു, അതാണ് ബയോളജിക്കൽ വാല്യൂവിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ആയിരിക്കും എമൗണ്ട് ഓഫ് നൈട്രജൻ റീറ്റെയിൻഡ്, നമ്മുടെ ബോഡിക്കകത്ത് എത്ര ബാക്കിയുണ്ട്, ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് നൈട്രജൻ അബ്സോർബ്ഡ്. ഇതിൻ്റെ റേഷ്യോ ആണ് ശരിക്കും നമ്മൾ നോക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എമൗണ്ട് ഓഫ് നൈട്രജൻ റീറ്റെയിൻഡ് ബൈ എമൗണ്ട് ഓഫ് നൈട്രജൻ അബ്സോർബ്ഡ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ, എക്സ്ക്രീറ്റ് ചെയ്ത പ്രോട്ടീനെ നമ്മൾ നോക്കൂല, എത്രത്തോളം നമ്മൾ ബോഡിക്കകത്ത് ഡൈജസ്റ്റ് ചെയ്തു, എത്രത്തോളം നമ്മൾ ബോഡിക്കകത്ത് അബ്സോർബ് ചെയ്തു, എത്രത്തോളം നമ്മളെ ബോഡിയിൽ യൂസ് ചെയ്തു എന്നാണ് നോക്കുന്നത്. എക്സ്ക്രീറ്റ് ചെയ്തത് മാത്രം ഇവിടെ നോക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്, അത് എന്തിൻ്റെ റേഷ്യോ ആണ്, എമൗണ്ട് ഓഫ് നൈട്രജൻ റീറ്റെയിൻഡ് ഇൻ ദ ബോഡി by to the ratio of amount of nitrogen retained in the body to the amount of nitrogen absorbed. അപ്പോൾ നമ്മൾ എന്താണ് ഈ ബയോളജിക്കൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്, ഓരോ ഫുഡിനകത്തുള്ള നൈട്രജൻ കണ്ടൻറ്റ് നമ്മൾ നോക്കും. ഓരോ ഫുഡിനകത്തും എത്രത്തോളം നൈട്രജൻ കണ്ടൻറ്റ് പ്രസൻ്റ് ആയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഈ ബയോളജിക്കൽ വാല്യൂവിനകത്ത് നമ്മൾ വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോട്ടീൻ ഫ്രീ ഡയറ്റ് വേണം. എന്ത് വേണം, ഒരു പ്രോട്ടീൻ ഫ്രീ ഡയറ്റ് ഇവിടെ ആവശ്യമാണ്. ഈ മെത്തേഡിനകത്ത്, അതായത് ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻ നമ്മൾ എത്തണമെങ്കിൽ എന്താണ്, നമ്മൾ പ്രോട്ടീൻ ഫ്രീ ഡയറ്റ് ആദ്യം ചൂസ് ചെയ്യാനുണ്ട്, അതും യൂസ് ചെയ്യാനുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ റാറ്റ്സ് ആണ് ഈ മെത്തേഡ് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ആൽബിനോ റാറ്റ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ആൽബിനോ റാറ്റ്സിന് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പ്രോട്ടീൻ ഫ്രീ ഡയറ്റ് വേണമെന്ന്, അതൊരു 10 ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോട്ടീൻ ഫ്രീ ഡയറ്റ് അവർക്ക് കൊടുക്കും. 10 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോട്ടീൻ ഫ്രീ ഡയറ്റ് അവർക്ക് നമ്മൾ കൊടുക്കും. അതിന് ശേഷം എന്ത് കൊടുക്കും, പിന്നെ ഒരു 10% പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഡയറ്റ് കൊടുക്കും. എന്താണ്, ആദ്യം നമ്മൾ 10 ദിവസം അവർക്ക് പ്രോട്ടീൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കും. അതിന് ശേഷം എന്ത് ചെയ്യും, 10% പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഡയറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നു. എന്നിട്ടാണ് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയാണെന്ന് പറയുമ്പോൾ ഈ 10 ഡേയ്സിൽ, അതായത് നമ്മൾ പ്രോട്ടീൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് കൊടുത്തില്ലേ, ആ സമയത്തും അതിൻ്റെ യൂറിനും ഫീസസും ഒക്കെ നമ്മൾ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ സമയത്തും പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുമ്പോഴും നമ്മൾ അതിനകത്തുള്ള ഫീസസും യൂറിനൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് എത്ര നൈട്രജൻ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കും. എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന യൂറിൻ സാമ്പിളിനകത്തും അതുപോലെ തന്നെ നമ്മളെ ഫീസസിനകത്തും നമ്മളെ ഡയറ്റിനകത്തും ഒക്കെ എത്രത്തോളം നൈട്രജൻ നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ, പ്രോട്ടീനകത്തുണ്ടല്ലോ അല്ലേ,
അപ്പോൾ അതൊക്കെ നമ്മളിവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് ചെയ്യും. എത്രത്തോളം യൂറിനകത്ത് എത്രത്തോളം നൈട്രജൻ ഉണ്ട്, ഫീസസിനകത്ത് എത്രയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിനകത്ത് എത്രയുണ്ട് എന്ന് നമ്മളിവിടെ നോക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താണ് നമ്മൾ പറഞ്ഞത്, ബയോളജിക്കൽ വാല്യൂ ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, നമ്മൾ എത്രത്തോളം ഡൈജസ്റ്റ് ചെയ്തു, എത്രത്തോളം അബ്സോർബ് ചെയ്തു, എത്രത്തോളം യൂസ് ചെയ്തു, അതൊക്കെ നമുക്ക് മനസ്സിലായി. അതിൻ്റെ റേഷ്യോ ആണ് പറഞ്ഞത് എമൗണ്ട് ഓഫ് നൈട്രജൻ റീറ്റെയിൻഡ് ബൈ എമൗണ്ട് ഓഫ് നൈട്രജൻ അബ്സോർബ്ഡ്. അത്രയും കാര്യങ്ങളിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ആരെയും യൂസ് ചെയ്യുക, ആൽബിനോ റാറ്റ്സിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ ബയോളജിക്കൽ വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ആൽബിനോ റാറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് 10 ഡേയ്സിൽ പ്രോട്ടീൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കും. എന്താണ് പ്രോട്ടീൻ ഫ്രീ ആയിട്ട്, അതായത് ഒരു പ്രോട്ടീനും അടക്കാത്തിരിക്കുന്ന ഫുഡ് കൊടുക്കും. അതിനുശേഷം ഒരു 10 ദിവസം നമ്മൾ എന്ത് ചെയ്യും, 10% പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഡയറ്റ് കൊടുക്കും. ഈ 2 സമയത്തും, അതായത് ഈ പ്രോട്ടീൻ ഫ്രീ ഡയറ്റ് കൊടുക്കുന്ന സമയത്തും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഡയറ്റ് കൊടുക്കുന്ന സമയത്തും നമ്മൾ അതിൻ്റെ യൂറിനും അതുപോലെ തന്നെ ഫീസസൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഡയറ്റിനകത്ത് എത്ര നൈട്രജൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ യൂറിനകത്ത് എത്ര നൈട്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ഫീസസിൽ എത്ര നൈട്രജൻ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് പല മെത്തേഡ്സിലൂടെ എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അതിനകത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. ഇനി യൂറിനറി നൈട്രജൻ ഉണ്ടല്ലോ, അതായത് യൂറിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള നൈട്രജൻ, അതെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുക, എത്രത്തോളം അമിനോ ആസിഡ് അബ്സോർബ് ചെയ്തു. ഓക്കെ, എത്രത്തോളം അമിനോ ആസിഡ്സ് അബ്സോർബ് ചെയ്തു എന്നതാണ് യൂറിനറി നൈട്രജനിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഫീസസിൽ നമ്മൾ നോക്കൂലേ, അവിടെയാണെങ്കിൽ അൺഅബ്സോർബ്ഡ് അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എത്രത്തോളം അൺഅബ്സോർബ്ഡ് അമിനോ ആസിഡ്സ് അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നതാണ് നമ്മളവിടെ നോക്കുന്നത്. അപ്പോൾ യൂറിനറി നൈട്രജൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുക, എത്രത്തോളം അമിനോ ആസിഡ് അബ്സോർബ് ചെയ്തു എന്നുള്ള വാല്യൂ നമുക്ക് അതിൽ കിട്ടുക. ഫീസസിലാണെങ്കിൽ അൺഅബ്സോർബ്ഡ് അമിനോ ആസിഡ്സിനെയാണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ ഈ കിട്ടിയ വാല്യൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ BV കാൽക്കുലേറ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജൻ അബ്സോർബ്ഡ് മൈനസ് നൈട്രജൻ ലോസ്റ്റ് ഇൻ മെറ്റബോളിസം മൈനസ് അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ളത് ലോസ്റ്റ് ഇൻ മെറ്റബോളിസം ഡിവൈഡഡ് ബൈ N അബ്സോർബ്ഡ് ഇൻറ്റു 100. ഓക്കെ, ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ ഈ മൊത്തം ഇക്വേഷൻ ഇൻറ്റു 100 ആണ് കേട്ടോ. ഡിനോമിനേറ്ററിൽ വരുന്നതല്ല, ഇവിടെ ഇൻറ്റു 100 വരും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, N അബ്സോർബ്ഡ് മൈനസ് N ലോസ്റ്റ് ഡിവൈഡഡ് ബൈ N അബ്സോർബ്ഡ് ഇൻറ്റു 100. ഇങ്ങനെയാണ് കേട്ടോ ഇക്വേഷൻ വരിക. ഓക്കെ ആണല്ലോ. ഇനി ഈ N അബ്സോർബ്ഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. N അബ്സോർബ്ഡ് മൈനസ് N നൈട്രജൻ ലോസ്റ്റ് ഡിവൈഡഡ് ബൈ N അബ്സോർബ്ഡ് ഇൻറ്റു 100 ആണ് വരിക. ഓക്കെ, N അബ്സോർബ്ഡ്, ഇവിടെയും N അബ്സോർബ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് N അബ്സോർബ്ഡ് നൈട്രജൻ എത്രത്തോളം അബ്സോർബ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൈട്രജൻ എത്രത്തോളം ഇൻജസ്റ്റ് ചെയ്ത നൈട്രജൻ മൈനസ് എന്ത് ചെയ്യണം, നമ്മൾ FN മൈനസ് എഫ് സി ചെയ്താൽ നമുക്ക് എത്രത്തോളം നൈട്രജൻ അബ്സോർബ് ചെയ്തു എന്ന് കിട്ടും. FN എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നൈട്രജൻ ഇൻ ഫീസസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള നൈട്രജൻ ആണ് FN. ഇത് എത്രത്തോളം ഇൻജസ്റ്റ് ചെയ്തു, ഇത് ഫീസസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള നൈട്രജൻ ആണ്. ഇനി ഇത് ഏതാണ്, ഈ FN എന്ന് പറയുന്നത് നൈട്രജൻ, ഈ FC പറഞ്ഞാലും എന്താണ്, നൈട്രജൻ പ്രസൻ്റ് ഇൻ ഫീസസ് ആണ്. ഇവിടെ നൈട്രജൻ ഫീസസ് ഡ്യൂറിങ് പ്രോട്ടീൻ ഡയറ്റ്, നമ്മൾ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുമ്പോൾ എത്രത്തോളം പ്രസൻ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ നോൺ പ്രോട്ടീൻ ഡയറ്റ് കൊടുത്തില്ലേ, അതായത് പ്രോട്ടീൻ ഫ്രീ ഡയറ്റ് കൊടുത്തില്ലേ, ആ സമയത്ത് എത്ര പ്രസൻ്റ് ആയിട്ടുണ്ടെന്നാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ BV കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, നൈട്രജൻ അബ്സോർബ്ഡ് മൈനസ് നൈട്രജൻ ലോസ്റ്റ് ബൈ നൈട്രജൻ അബ്സോർബ്ഡ്. അപ്പോൾ ഈ നൈട്രജൻ അബ്സോർബ്ഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എത്രത്തോളം നൈട്രജൻ ഇൻജസ്റ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ ഡയറ്റിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂറിനിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫീസസിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറ്റിനകത്ത് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് പറയാം എത്രത്തോളം അവർ ഇൻജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മൈനസ് പ്രോട്ടീൻ FN മൈനസ് FC. FN എന്ന് വെച്ചാൽ എന്താണ്, പ്രോട്ടീൻ ഡയറ്റിൽ കഴിച്ചപ്പോൾ ഉണ്ടായ ഫീസസിൽ ഉണ്ടായ നൈട്രജൻ കണ്ടൻറ്റ്. FC എന്ന് വെച്ചാൽ എന്താണ്, നോൺ പ്രോട്ടീൻ ഡയറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പ്രോട്ടീൻ ഫ്രീ ഡയറ്റ്, ആ സമയത്ത് കിട്ടിയത്. അത് വെച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം നൈട്രജൻ അബ്സോർബ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാം. ഇനി നൈട്രജൻ ലോസ് ആണെങ്കിലോ ഒന്നുമില്ല, UN മൈനസ് UC ആണ്. എന്താണ്, UN മൈനസ് UC ആണ്. UN എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, യൂറിൻ്റെ അകത്തായിരിക്കും അല്ലേ, UN മൈനസ് UC. അപ്പോൾ നൈട്രജൻ ഉള്ള ഡയറ്റിനകത്ത്, നൈട്രജൻ പ്രസൻ്റ് ആയിട്ടുള്ള ഡയറ്റിനകത്തുള്ള യൂറിനിൽ എത്രയായിരുന്നു നൈട്രജൻ കണ്ടൻറ്റ്, അതുപോലെ തന്നെ UC ആണ് കേട്ടോ. UC എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോട്ടീൻ ഫ്രീ ഡയറ്റിൻ്റെ സമയത്ത് ആ യൂറിനകത്ത് എത്ര നൈട്രജൻ പ്രസൻ്റ് ആയിരുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബയോളജിക്കൽ വാല്യൂ കണ്ടുപിടിക്കാറുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇതേ സംഭവം നമ്മൾ എന്താ പറഞ്ഞാൽ ആൽബിനോ റാറ്റ്സിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ആൽബിനോ റാറ്റ്സിന് പകരം ഹ്യൂമൻസിൽ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. എന്താണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ അബ്സോർബ്ഡ് മൈനസ്
നൈട്രജൻ അബ്സോർബ്ഡ് മൈനസ് നൈട്രജൻ ലോസ്റ്റ് ഡിവൈഡഡ് ബൈ നൈട്രജൻ അബ്സോർബ്ഡ് ആണ്. ഈ നൈട്രജൻ അബ്സോർബ്ഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? എത്രത്തോളം നൈട്രജൻ ഇൻജസ്റ്റ് ചെയ്തു മൈനസ് FN മൈനസ് FC ആണ്. ഇവിടെ FN എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടീൻ ഉള്ള ഡയറ്റ്. നമ്മൾ 10 ദിവസം പ്രോട്ടീൻ ഉള്ള ഡയറ്റും 10 ദിവസം പ്രോട്ടീൻ ഇല്ലാത്ത ഡയറ്റും അല്ലേ കൊടുത്തേ. ആ പ്രോട്ടീൻ ഉള്ള ഡയറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫീസസിൽ നിന്ന് കിട്ടിയ പ്രോട്ടീൻ കണ്ടൻറ്റ്, ഇവിടെ പ്രോട്ടീൻ ഇല്ലാത്ത സമയത്ത് കൊടുത്തപ്പോൾ അതിൻ്റെ ഫീസസിൽ നിന്ന് കിട്ടിയ പ്രോട്ടീൻ കണ്ടൻറ്റ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അബ്സോർബ്ഡ് എത്രയാണെന്ന് കിട്ടുക. ലോസ്റ്റ് കാണണമെങ്കിൽ UN മൈനസ് UC ആണ്. UN മൈനസ് UC ആണ്. ഈ UN എന്ന് വെച്ചാൽ എന്താണ്? യൂറിനിൽ പ്രസൻ്റ് ആയിട്ടുള്ള നൈട്രജൻ. എപ്പോഴും നൈട്രജൻ റിച്ച് ഫുഡ് കൊടുത്തപ്പോൾ. UCO നൈട്രജൻ ആബ്സെൻറ്റ് ഫുഡ് കൊടുത്തപ്പോൾ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബയോളജിക്കൽ വാല്യൂ കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ആൽബിനോ റാറ്റിലാണ് ചെയ്യുക, പക്ഷെ അത് ഈവൻ ഹ്യൂമൻസിലും അത് ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഹ്യൂമൻസിൻ്റെ കേസിൽ നമുക്ക് ആ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ പ്രൊസീജിയർ തന്നെ നമ്മളത് ഫോളോ ചെയ്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരുടെ നമ്മൾ ഈ പറഞ്ഞ ബയോളജിക്കൽ വാല്യൂ എത്രയാണെന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ എഗ്ഗ് പറഞ്ഞു. എഗ്ഗിൻ്റെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്? അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണെന്ന് നമ്മൾ പറഞ്ഞു എഗ്ഗ്. ഇവിടെ വാല്യൂ എത്രയാണെന്നറിയോ? 94 ആണ്. എത്രയാണ്? 94 ആണ്. നമുക്ക് എന്ത് പറയുന്നത്? എഗ്ഗിൻ്റെ BV എന്ന് പറയുന്നത് 94 ആണ്. ഇനി മിൽക്കിൻ്റെ ആണെങ്കിലോ 84 ആണ്. കുറച്ചെണ്ണത്തിന് മാത്രം നമുക്ക് ഇമ്പോർട്ടൻറ്റ് നോക്കി നോക്കാം കേട്ടോ. എഗ്ഗിൻ്റെ 94 ആണ്, മിൽക്കിൻ്റെത് 84 ആണ്, ഫിഷ് 85 ആണ്. മിൽക്ക് 84 ആണ്, ഫിഷ് 85 ആണ്. മീറ്റ് എടുക്കുകയാണെങ്കിലോ 75 ആണ്. 75 ആണ്. അപ്പം മിൽക്ക് 94, എഗ്ഗ് 94, മിൽക്ക് 84, ഫിഷ് 85, മീറ്റ് 75 ആണ് വരിക. മീറ്റ് എത്രയാണ് വരിക? 75 ആണ് വരിക. റൈസും കൂടി വേണമെങ്കിൽ ഒന്ന് നോക്കിച്ചോളൂ. 68 ആണ് റൈസിൻ്റെ കേസിൽ വരുന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ BV വാല്യൂ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏതെങ്കിലും വേണം എന്ന് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഈ BV വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ എത്രയാണ്? മിൽക്കിന് 84, എഗ്ഗിന് 94, ഫിഷിന് 85, അതുപോലെ തന്നെ മീറ്റിന് 75, റൈസിന് 68 എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ ഈ BV വാല്യൂ എന്ന് പറയുന്നത് ഒരു 70 അല്ലെങ്കിൽ അതിൽ കൂടുതൽ 70 ഓർ മോർ ആണെങ്കിൽ നമ്മളത് എന്ത് പറയും? നമ്മുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു പ്രോട്ടീനാണതെന്ന് പറയും. സപ്പോർട്ട് ഗ്രോത്ത്. ഓക്കെ, നമ്മൾ പ്രോട്ടീനിൽ നമ്മളിപ്പോൾ അത് വാല്യൂ കണ്ടുപിടിക്കുന്ന എന്തിനാ? ഇങ്ങനത്തെ ഓരോരോ ഡിസിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണെന്ന് പറയുന്നത്? സപ്പോർട്ട് ഗ്രോത്ത് ആണെങ്കിൽ അത് എത്രയായിരിക്കണം? 70 എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കണം. പക്ഷേ ഇതിന് നമ്മൾ ഈ ബയോളജിക്കൽ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്താണ്, എങ്ങനെയാണ് ഇത് നമ്മുടെ എഗ്ഗ് എന്ന് പറയുന്നത് ഇത്രയും തരുന്നു, അപ്പോൾ എത്രത്തോളം നൈട്രജൻ നമ്മുടെ ബോഡിനകത്ത് ബാക്കിയാവുന്നുണ്ട്, എത്രത്തോളം എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നൈട്രജൻ നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളിവിടെ നോക്കുന്നില്ല. എന്താണ്, എത്രത്തോളം നൈട്രജൻ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് നമ്മളിവിടെ നോക്കുന്നില്ല. ഓക്കെ, പിന്നെ മാത്രമല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ? ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസിൻ്റെ കേസിൽ എക്സ്ക്രീറ്റ് ചെയ്തതല്ല കേട്ടോ, എക്സ്ക്രീറ്റ് ചെയ്തതല്ല, എന്താണ് ലോസ്റ്റ്, നമ്മളെ ബോഡിക്കകത്ത് എത്രത്തോളം പ്രോട്ടീൻസ് ലോസ്റ്റ് ആയി എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. ഓക്കെ, ഡൈജഷൻ്റെ സമയത്തൊക്കെ അൺഡൈജസ്റ്റഡ് ഒക്കെ ആയിട്ട് പോകുന്നില്ലേ, അത് നമ്മൾ നോക്കുന്നില്ല. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് പ്രോട്ടീൻസിൻ്റെ ഓരോന്നിൻ്റെയും ഡൈജസ്റ്റബിലിറ്റി വ്യത്യാസമാണ് അല്ലേ? ചിലത് കോംപ്ലക്സ് ആയിരിക്കും, ചിലത് സിമ്പിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഒക്കെ പഠിച്ചില്ല. അപ്പോൾ ഡൈജസ്റ്റബിലിറ്റി ഡിഫറൻസ് ആയിരിക്കും, അതിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഡൈജസ്റ്റബിലിറ്റി, അതായത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഡൈജസ്റ്റ് ആവാനുള്ള ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ ബോഡിക്കകത്ത് അബ്സോർബ് ചെയ്യുന്നതും കുറവായിരിക്കും. അതിവിടെ കൺസിഡർ ചെയ്യാണ്ടാണ് ഇവർ കൺക്ലൂഷനകത്തേക്ക് എത്തുന്നുള്ളത്. അത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ BV മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തതിലോട്ട് പോവാണ്. എന്താണ് അടുത്തതിലോട്ട് പോവാണ്? പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. എന്താണ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ? പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ ഇതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. എന്താണ് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മൾ എത്രത്തോളം വെയിറ്റ് ഗെയിൻ ചെയ്തു, അതായത് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്തു, നമ്മൾ എത്രത്തോളം പ്രോട്ടീന് നമ്മൾ ഇൻജസ്റ്റ് ചെയ്തു, നമ്മൾ എത്രത്തോളം പ്രോട്ടീൻ കഴിച്ചു, എത്രത്തോളം വെയിറ്റ് ഗ്രാമിലാണ് കേട്ടോ, എത്രത്തോളം വെയിറ്റ് ഗെയിൻ ചെയ്തു, എത്രത്തോളം പ്രോട്ടീൻ നമ്മൾ കഴിച്ചു. ആ റേഷ്യോനെയാണ് നമ്മൾ പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എത്രത്തോളം നമ്മൾ പ്രോട്ടീൻ കഴിച്ചു എന്നിട്ട് എത്രത്തോളം വെയിറ്റ് നമുക്ക് കൂടി, അതാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് നോക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ വെയിറ്റ് ഗെയിൻ പെർ ഗ്രാം ഓഫ് പ്രോട്ടീൻ ഇൻടേക്കൺ, പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. ഓക്കെ ആണല്ലോ. പിന്നെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുക, നമ്മൾ ഈ പ്രോട്ടീൻ എഫിഷ്യൻസി ഓഫ് റേഷ്യോ നമ്മൾ BVൻ്റെ കേസിൽ എത്രയാണ് പറഞ്ഞത്? നമ്മുടെ എഗ്ഗിന് 94 പറഞ്ഞു അല്ലേ? ഇവിടെ എഗ്ഗിൻ്റെ കേസിൽ നമ്മളത് പറയുകയാണെങ്കിൽ എഗ് പ്രോട്ടീൻ ഈസ് 4.5 ആണ്.
മിൽക്കാണെങ്കിൽ 3 ആണ്. നേരത്തെ എത്രയായിരുന്നു? 84 ആയിരുന്നു. റൈസിൻ്റെ നേരത്തെ നമ്മൾ 68 പറഞ്ഞത്, ഇവിടെ 2.2 ആണ്. സിമ്പിളാണല്ലോ. പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്താണ്? എത്രത്തോളം വെയിറ്റ് നമ്മൾ ഗെയിൻ ചെയ്തു, അതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എത്രത്തോളം വെയിറ്റ് നമ്മൾ ഗെയിൻ ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നമ്മൾ ബി ബി വാല്യൂ ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. ബി ബി വാല്യൂ നമ്മൾ ഇൻറ്റു 100 ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നൈട്രജൻ അബ്സോർബ്ഡ് മൈനസ് നൈട്രജൻ ലോസ്ഡ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒന്നുമില്ല. വെയിറ്റ് ഗെയിൻ ബൈ എന്താണ്? പ്രോട്ടീൻ ഇൻജസ്റ്റഡ്. സിമ്പിളാണല്ലോ. ഓക്കെ ആണല്ലോ. ഇതാണ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. പിന്നെ നമ്മുടെ മിൽക്കിൻ്റെതും അതുപോലെ തന്നെ നമ്മുടെ എഗ്ഗിൻ്റെയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ട് ചെയ്യേണ്ടവരൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ PER പഠിച്ചു, പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ പഠിച്ചു. ഇനി ഒരാൾ കൂടിയുണ്ട്, ഒരാളല്ല, ഇനി 3-4 ആൾക്കാരുണ്ട്. NPU. ഇതെന്താണ്? NPU എന്ന് വെച്ചാൽ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ. എന്താണ്? നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ. നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ ആണ് NPU കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. ഇതെന്ന് വെച്ചാലും നമ്മുടെ BVനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ഇൻഡെക്സ് വാല്യൂ തന്നെയാണ്. എന്താണ്? ഈ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡൈജസ്റ്റിബിലിറ്റി ഫാക്ടർ നോക്കുന്നുണ്ട്. ഡൈജസ്റ്റിബിലിറ്റി ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡൈജസ്റ്റിബിലിറ്റിനെ വെച്ച് നോക്കുന്നില്ല എന്ന്. ഇവിടെ നമ്മൾ ഡൈജസ്റ്റിബിലിറ്റിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ BVനേക്കാളും നല്ലൊരു ഇൻഡെക്സ് ആണ് NPU എന്ന് പറയാം. പക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രൊസീജിയറൊക്കെ നമ്മുടെ BVയും NPUയും സെയിം ആണ്. എന്താണ്? പ്രൊസീജിയർ നമ്മുടെ NPUയും BVയും സെയിം ആയിട്ട് ആണ് വരുന്നുള്ളത്. ഇവിടെ എന്താണ് നമ്മൾ നോക്കുന്നുള്ളത്? ദിസ് മെഷേഴ്സ് എക്സ്പ്രസ് ഹൗ എഫിഷ്യൻ്റ്ലി പ്രോട്ടീൻ ഈസ് യൂസ്ഡ്. നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ ആണല്ലോ. നേരത്തെ നമ്മൾ ബയോളജിക്കൽ വാല്യൂ ആണ് നോക്കിയത്. ഇവിടെ ഹൗ എഫിഷ്യൻ്റ്ലി ദ പ്രോട്ടീൻ ഈസ് യൂട്ടിലൈസ്ഡ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഹൗ എഫിഷ്യൻ്റ്ലി ദ പ്രോട്ടീൻ ഈസ് യൂസ്ഡ് എന്നാണ് നമ്മൾ നോക്കുന്നുള്ളത്. ഇതിൻ്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ എന്താണ്? നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ ഇൻജസ്റ്റഡ്. നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ ഇൻജസ്റ്റഡ് ഇൻറ്റു 100. ഏകദേശം BV ആയിട്ട് സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ ഇൻജസ്റ്റഡ് ഇൻറ്റു 100 ആണ് BV ആയിട്ട് വരിക. ഇതാണ് NPU ആയിട്ട് വരിക. പക്ഷേ ഇവിടെ ചെറിയൊരു BV ആയിട്ട് നോക്കുമ്പോൾ BVയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? NPU ഈസ് ഓൾവേസ് ലോവർ ദാൻ BV. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. BV എപ്പോഴും കൂടുതലായിരിക്കും, NPU എപ്പോഴും കുറച്ച് കുറവായിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ BV എഗ്ഗിൻ്റെത് 94 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ NPU നോക്കുകയാണെങ്കിൽ 90 ആയിരിക്കും. എപ്പോഴും BVനേക്കാളും കുറച്ച് കുറവായിരിക്കും. പക്ഷേ നമ്മൾ പീനട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ രണ്ടിലും 55 ആണ് കേട്ടോ. ഒരേ ഒരു കേസേ അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? നമ്മുടെ പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. അത് സിമ്പിളായിരുന്നു അല്ലേ? വെയിറ്റ് ഗെയിൻ ബൈ പ്രോട്ടീൻ ഇൻജസ്റ്റഡ്. ഇവിടെയും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. എന്താണ്? നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ ഇൻജസ്റ്റഡ് ഇൻറ്റു 100. നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ ഇൻജസ്റ്റഡ് ഇൻറ്റു 100. ഏകദേശം എന്തായിട്ട് സിമിലർ ആണ്? നമ്മുടെ BV ആയിട്ട് സിമിലർ ആണ്. BVൻ്റെ കേസിൽ നമ്മൾ ഡൈജസ്റ്റിബിലിറ്റി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഡൈജസ്റ്റിബിലിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇത് ബെറ്റർ ദാൻ BV ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്താണ് NPUവിൻ്റെ ഫുൾ ഫോം? നൈട്രജൻ പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് മെഷർ എക്സ്പ്രസസ് ഹൗ എഫിഷ്യൻ്റ്ലി പ്രോട്ടീൻ ഈസ് യൂട്ടിലൈസ്ഡ്. ഹൗ എഫിഷ്യൻ്റ്ലി പ്രോട്ടീൻ ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ആൻ ഓർഗാനിസം. മെയിനായിട്ട് നമുക്ക് ഹ്യൂമൻസിൻ്റെ കേസിൽ തന്നെയാണ് ഇത് നോക്കുന്നുള്ളത് കേട്ടോ. പിന്നെ എപ്പോഴും BV വാല്യൂ കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ നമ്മളിതേതായിരുന്നു? എഗ്ഗ് അല്ലേ? എഗ്ഗ് 94 ആണ് BV വരിക. പക്ഷേ NPU എപ്പോഴും 90 വരുള്ളൂ. പക്ഷേ ഒരേ ഒരു കേസ് നമ്മുടെ പീനട്സിൻ്റെ കേസാണ്. രണ്ടും 55 വരും. NPUവും അതുപോലെ തന്നെ BVയും 55 വരുന്നുള്ള ഒരു കേസാണ് ഏതെന്ന് പറയുന്നത്? പീനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 മെത്തേഡ്സ് പഠിച്ചു അല്ലേ? 3ലും 3 ഇക്വേഷൻസും പഠിച്ചു. അതിനകത്ത് NPUവും BVയും കുറച്ച് സിമിലർ ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്തു അല്ല? ഏകദേശം ഒരേ സാധനം തന്നെയാണ്, ഒരേ പ്രൊസീജിയറാണ് അതിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളത്. ഇനി 4ാമത് നമ്മൾ നോക്കാൻ പോകുന്നുള്ളത് എന്താണ്? കെമിക്കൽ സ്കോറാണ്. 4ാമത് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ സ്കോറാണ്. ഓക്കെ, കെമിക്കൽ സ്കോറാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ കെമിക്കൽ സ്കോറിനെ നമ്മൾ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടും. എന്താണ്? അമിനോ ആസിഡ് സ്കോർ എന്ന് കൂടി നമുക്കിതിനെ പറയാം. എന്താണ്? അമിനോ ആസിഡ് സ്കോർ എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ കെമിക്കൽ അനാലിസിസ് ഓഫ് ദ പ്രോട്ടീൻ. നമ്മുടെ പ്രോട്ടീൻ്റെ മോണോമേഴ്സ് എന്തായിരുന്നു?
എന്താണ് അമിനോ ആസിഡ്സ് ആയിരുന്നു അല്ലേ. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു പോളിമറാണ്, അതിൻ്റെ മോണോമറാണ് എന്ത് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. സോ കെമിക്കൽ അനാലിസിസ് ആണ് നമ്മൾ കെമിക്കൽ സ്കോറിന് എന്തുകൂടെ പറയുന്നു പറഞ്ഞു, അമിനോ ആസിഡ് സ്കോർ എന്നുകൂടെ പറയുന്നു പറഞ്ഞു. അപ്പോൾ ശരിക്കും ഈ കെമിക്കൽ സ്കോർ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ്, കെമിക്കൽ അനാലിസിസ് ഓഫ് പ്രോട്ടീൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ട്, അതിനകത്ത് എത്രത്തോളം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് പ്രസൻ്റ് ആയിട്ടുണ്ടെന്നാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നുള്ളത്. അതായത് ഒരു പ്രോട്ടീൻ എടുത്തിട്ട് അതിനകത്ത് എത്രത്തോളം എസെൻഷ്യൽ അമിനോ ആസിഡ് പ്രസൻ്റ് ആണെന്ന് നമ്മൾ നോക്കും. എന്നിട്ട് അത് ഏതുമായിട്ട് കമ്പയർ ചെയ്യും, ഒരു റെഫറൻസ് പ്രോട്ടീനുമായിട്ട് കമ്പയർ ചെയ്യും. റെഫറൻസ് പ്രോട്ടീൻ എന്താണ്, എഗ് പ്രോട്ടീൻ ആണ് കേട്ടോ മെയിനായിട്ട് എടുക്കുക. എഗ് പ്രോട്ടീൻ ആണ് നമ്മൾ റെഫറൻസ് പ്രോട്ടീനായിട്ട് എടുക്കുക. അപ്പോൾ കെമിക്കൽ സ്കോർ എന്ന് പറയുമ്പോൾ നമ്മൾ അമിനോ ആസിഡ് സ്കോർ എന്നുകൂടി അറിയപ്പെടുന്നു. അത് ശരിക്കും കെമിക്കൽ അനാലിസിസ് ആണ്. അതായത് എത്രത്തോളം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുള്ള ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ കെമിക്കൽ സ്കോർ. ഓക്കെ, എത്രത്തോളം എസെൻഷ്യൽ അമിനോ ആസിഡ് പ്രസൻ്റ് ആയിട്ടുണ്ട് എങ്ങനെയാണ് നോക്കുക, നമ്മൾ റെഫറൻസ് എഗ് പ്രോട്ടീനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇത് നോക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ ഇതിനും ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ ഇക്വേഷൻ പഠിക്കണമല്ലോ. എന്താണ് ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ mg എന്ന് പറഞ്ഞാൽ എന്താണ്, മില്ലിഗ്രാം. ഓക്കെ, ലിമിറ്റിംഗ് അമിനോ ആസിഡ് ബൈ പെർ ഗ്രാം ടെസ്റ്റ് പ്രോട്ടീൻ ഡിവൈഡഡ് ബൈ mg ഓഫ് ദ സെയിം അമിനോ ആസിഡ് പെർ ഗ്രാം എഗ് പ്രോട്ടീൻ ഇൻറ്റു 100. എന്താണ് ഇക്വേഷൻ വരുന്നത് mg ഓഫ് ദ ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് ഐറ്റം എടുത്തു, അതിനകത്തുള്ള പ്രോട്ടീനാണല്ലോ നമ്മൾ നോക്കുന്നത്, കെമിക്കൽ സ്കോറാണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാവും ഏതോ ഒരു അമിനോ ആസിഡ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെത്തിയോണിൻ, എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. മെത്തിയോണിൻ എന്ന് പറയുന്നുള്ള ഒരു അമിനോ ആസിഡ് ഇതിനകത്ത് ഏറ്റവും കുറവാണ്. ആ കുറവായിട്ടുള്ള അമിനോ ആസിഡിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് അമിനോ ആസിഡായിട്ട് എടുക്കുക. എന്താണ്, എസെൻഷ്യൽ അമിനോ ആസിഡിൽ ഏതാണോ ഏറ്റവും കുറവായിട്ട് വരുന്നുള്ളത് അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് എസെൻഷ്യൽ അമിനോ ആസിഡായിട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ ആ mg ഓഫ് ദ ലിമിറ്റിംഗ് അമിനോ ആസിഡ് പെർ ഗ്രാം ടെസ്റ്റ് പ്രോട്ടീൻ എടുത്തു. അതിനുശേഷം എന്താണ്, mg ഓഫ് ദ സെയിം അമിനോ ആസിഡ്, അതായത് നമ്മളിപ്പോൾ മെത്തിയോണിൻ ആ ഫുഡിനകത്ത് നോക്കി, അതുപോലെ തന്നെ നമ്മൾ റെഫറൻസ് പ്രോട്ടീൻ ഏതാ എടുത്ത എഗ് പ്രോട്ടീനാണ്. ആ എഗ് പ്രോട്ടീനകത്ത് എത്രത്തോളം മെത്തിയോണിൻ പെർ ഗ്രാം എഗ് പ്രോട്ടീൻ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നുള്ളത്, കെമിക്കൽ സ്കോർ എന്ന് പറയുന്നത് ചെയ്യുന്നുള്ളത്. നമുക്കിപ്പോൾ എഗ്ഗ് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് മിൽക്ക് യൂസ് ചെയ്യാം കേട്ടോ, റെഫറൻസ് മിൽക്കായിട്ട്. എഗ്ഗ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മിൽക്ക് യൂസ് ചെയ്യാം. എഗ്ഗിൻ്റെ ആണെങ്കിൽ ഈ സ്കോർ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഇനി സോയാബീനിന് 55 ആയിരിക്കും കെമിക്കൽ സ്കോർ എന്ന് പറയുന്നത്. പിന്നെ ബീഫിനാണെങ്കിൽ 69 ആണ് കേട്ടോ, 69 ആണ്. അപ്പോൾ കെമിക്കൽ സ്കോർ മനസ്സിലായല്ലോ. അതിനകത്ത് നമ്മൾ എത്രത്തോളം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അത് പ്രസൻ്റ് ആയിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളതിനെ കെമിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ നമുക്ക് കെമിക്കൽ സ്കോറിന് പകരം അമിനോ ആസിഡ് സ്കോർ എന്ന് നമുക്ക് പറയാം. ഇവിടെ ഒരു റെഫറൻസ് പ്രോട്ടീൻ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ എഗ് പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം നമ്മൾ ഫുഡ് എടുക്കും, അതിനകത്ത് എത്രത്തോളം അമിനോ ആസിഡ് പ്രസൻ്റ് ആയിട്ടുണ്ടെന്ന് നോക്കും, എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. എന്നിട്ട് അതിനകത്ത് ഏതാണോ കുറച്ചായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത് അതിനെ നമ്മൾ ലിമിറ്റിംഗ് അമിനോ ആസിഡ്സ് ആയിട്ട് എടുക്കും. എന്നിട്ട് ആ ലിമിറ്റിംഗ് അമിനോ ആസിഡ് എത്രത്തോളം mgയിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത് അത് ഡിവൈഡഡ് ബൈ നമ്മുടെ റെഫറൻസ് പ്രോട്ടീൻ്റെ, അതായത് നമ്മുടെ എഗ് പ്രോട്ടീനകത്ത് ആ സെയിം അമിനോ ആസിഡ് എത്രത്തോളം പ്രസൻ്റ് ആയിട്ടുണ്ട് ഇൻറ്റു 100 ആണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കെമിക്കൽ സ്കോർ കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 5ാമത്തെ ഒരാൾ കൂടി ബാക്കിയുണ്ട് കേട്ടോ. ആരാണത്, ഡൈജസ്റ്റിബിലിറ്റി കോഎഫിഷ്യൻറ്റ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് പ്രോട്ടീൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് പറയണമെന്നില്ല, ഏതൊരു കോമ്പൗണ്ടിൻ്റെയും നമുക്ക് പറയാം കേട്ടോ ഡൈജസ്റ്റിബിലിറ്റി കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഡയറ്റിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പലതരം ന്യൂട്രിയൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, വിറ്റാമിൻസ് പറഞ്ഞാൽ പലതരം ന്യൂട്രിയൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡൈജസ്റ്റിബിലിറ്റിയാണ് ഇവിടെ നോക്കുന്നത്, ഡൈജസ്റ്റിബിലിറ്റി കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇതിൽ നിന്നാണ് മനസ്സിലാവുന്നില്ലേ എന്താണ്, അതിൻ്റെയൊക്കെ ഡൈജസ്റ്റിബിലിറ്റിയാണ് ഇവിടെ നോക്കുന്നുള്ളത്. ഏതിൻ്റെ കേസിൽ, ഡൈജസ്റ്റിബിലിറ്റി കോഎഫിഷ്യൻ്റെ കേസിൽ നോക്കുന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എത്രത്തോളം ഈ ഡൈജസ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രത്തോളം ന്യൂട്രിയൻസ് നമ്മളെ ഡയറ്റിൽ നിന്ന് നമ്മുടെ ബോഡിക്കകത്ത് കയറി എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ ഡൈജസ്റ്റിബിലിറ്റി ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുള്ള കാര്യം എന്ന് പറയുന്നത്. അത് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ന്യൂട്രിയൻറ്റ് ഇൻടേക്ക്, അതായത് നമ്മൾ എത്രത്തോളം ന്യൂട്രിയൻറ്റ് നമ്മൾ എടുത്തു
എന്നിട്ട് ന്യൂട്രിയൻ്റ് ഇൻ ഫീസസ് എത്രത്തോളം നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്തു ഡിവൈഡഡ് ബൈ ന്യൂട്രിയൻ്റ് ഇൻടേക്ക് ഇൻറ്റു 100. ഇതാണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്താണ് നൈട്രജൻ ഇൻടേക്ക് ന്യൂട്രിയൻ്റ് ഇൻടേക്ക് മൈനസ് ന്യൂട്രിയൻ്റ് ഇൻ ഫീസസ് ഡിവൈഡഡ് ബൈ ന്യൂട്രിയൻ്റ് ഇൻടേക്ക് ഇൻ 100. ഇതാണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്? കമ്പയറിങ് ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻ്റ് എത്രത്തോളം നമ്മൾ ഏതൊരു ന്യൂട്രിയൻ്റ് എടുത്താലും ആ എന്താണ് കമ്പയറിങ് ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻ്റ് ആ ന്യൂട്രിയൻ്റെ എമൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് ഇൻടേക്ക് ചെയ്ത ഫുഡിലും അതുപോലെ തന്നെ ഫീസസിലും. അതാണ് ഏത് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യൻ്റ് കേസിൽ നമുക്ക് പഠിക്കാം. ഇനി ഒന്നുകൂടി ഉണ്ട് നെറ്റ് പ്രോട്ടീൻ റേഷ്യോ, NPR എന്ന് പറയും. എന്താണ് നെറ്റ് പ്രോട്ടീൻ റേഷ്യോ? കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയണേ. ഇന്ന് കുറച്ച് സുഖമില്ല. ഓക്കെ, ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് എനിക്കും ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം എടുക്കാതിരുന്നത് കേട്ടോ. പോസ്റ്റ്മോർട്ടത്തിൻ്റെ കേസിലാണെങ്കിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് സമയത്തിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്ക് കവർ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത് തന്നെ എടുത്തത് കേട്ടോ. അപ്പോൾ നൈട്രജൻ പ്രോട്ടീൻ റേഷ്യോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്ററി പ്രോട്ടീനിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡയറ്ററി പ്രോട്ടീൻസിൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ഡയറ്ററി പ്രോട്ടീൻ, നമ്മുടെ ഫുഡിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ്റെ ക്വാളിറ്റിയാണ് നെറ്റ് പ്രോട്ടീൻ റേഷ്യോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇത് നമ്മുടെ NPU ഇല്ലേ, നമ്മൾ പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ പഠിച്ചില്ലേ, അതിന് ഏകദേശം സിമിലറായിട്ട് വരുന്നതാണ്. അതായത് ഈ വെയിറ്റ് ഗെയിൻ വെച്ചിട്ട് നോക്കുന്നത് തന്നെയാണ് ഇത് നെറ്റ് പ്രോട്ടീൻ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് വെയിറ്റ് ഗെയിൻഡ് ഓഫ് ടെസ്റ്റ് ആനിമൽ നമ്മൾ ടെസ്റ്റ് ആനിമൽ എടുക്കൂലേ, പ്ലസ് വെയിറ്റ് ലോസ് ഓഫ് കൺട്രോൾ ആനിമൽ ഡിവൈഡഡ് ബൈ പ്രോട്ടീൻ കൺസ്യൂംഡ് ബൈ ദ ടെസ്റ്റ് ആനിമൽ. മനസ്സിലായോ? അതാണ് വെയിറ്റ് ഗെയിൻഡ് ഓഫ് ആനിമലും പ്ലസ് വെയിറ്റ് ലോസ് നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് പ്രോട്ടീൻ കൺസ്യൂംഡ് എത്രത്തോളം പ്രോട്ടീൻ നമ്മളിവിടെ കൺസ്യൂം ചെയ്യുന്നു എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രോട്ടീൻ്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യൻറ്റും അതുപോലെ തന്നെ NPUം NPR ഒക്കെ കുറച്ച് സിമ്പിളാണ്. പിന്നെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയത് BVൻ്റെ അകത്തും അതുപോലെ തന്നെ ഏതായിരുന്നു ഒരു സാധനം കെമിക്കൽ സ്കോർ അമിനോ ആസിഡ്സിൻ്റെ കേസിലായിരുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഇന്ന് ഇതിന് മുന്നേ PYQs വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു അതായത് നമ്മളിപ്പോൾ നമ്മുടെ സിലബസിനകത്ത് ഒരു ലൈൻ 2 ലൈൻ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മിക്കവാറും ഒരു 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അത്ര എളുപ്പത്തിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സോ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ പോസ്റ്റ്മോർട്ടം എടുത്തുതരാം കേട്ടോ.